കേരളത്തിൽ അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് CPIM-ൽ ആഭ്യന്തര കലഹവും നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തിയും പുകയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ശൈലിക്കെതിരെ പാർട്ടി വേദികളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഏറ്റവും ഒടുവിലായി ചേർന്ന CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടി അണികളും നേതാക്കളും പിണറായി വിജയനെതിരെ പരസ്യമായ നിലപാടുകളുമായി രംഗത്തെത്തി. പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നതെന്നും പാർട്ടിയിൽ അദ്ദേഹം മാത്രം മതി എന്ന തരത്തിലുള്ള വ്യക്തിപൂജയാണ് നടക്കുന്നതെന്നും യോഗത്തിൽ കടുത്ത ഭാഷയിൽ വിമർശനം ഉയർന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ പാർട്ടി സ്വീകരിച്ച തന്ത്രങ്ങൾ പാളിപ്പോയതാണ് ഈ വൻ പരാജയത്തിന് കാരണമെന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പിലുടനീളം പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചാണ് പാർട്ടി വോട്ട് ചോദിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലിക്ക് നിരക്കാത്ത രീതിയിൽ വ്യക്തി കേന്ദ്രീകൃതമായി പ്രചാരണം നടത്തിയപ്പോൾ പാർട്ടിയിലെയും LDF-ലെയും മറ്റ് ജനകീയരായ നേതാക്കളെ പൂർണ്ണമായും അവഗണിക്കുകയോ പിന്നിലേക്ക് തള്ളുകയോ ചെയ്തു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കേൾപ്പുള്ള നേതാക്കളെ വേദിയിൽ നിന്ന് മാറ്റി നിർത്തിയത് വോട്ടർമാർക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായതായി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. പാർട്ടിക്കേറ്റ നാണം കെട്ട തോൽവിയുടെ ആഘാതം ഇത്രത്തോളം വർദ്ധിച്ചതിൽ പ്രധാന ഉത്തരവാദിത്തം പിണറായി വിജയന് തന്നെയാണെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ തുറന്നടിച്ചു. ഭരണവിരുദ്ധ വികാരവും ജനങ്ങളുടെ പ്രതിഷേധവും തിരിച്ചറിയുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു. ഇതിനു പുറമെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് സംസ്ഥാനത്തുടനീളം വലിയ രീതിയിൽ ചർച്ചയാവുകയും വോട്ടർമാർക്കിടയിൽ കുടുംബവാഴ്ച എന്ന തെറ്റായ സന്ദേശം നൽകാൻ ഇടയാക്കുകയും ചെയ്തു. പാർട്ടിയുടെ സന്ദർശങ്ങൾക്ക് വിരുദ്ധമായ ഇത്തരം തീരുമാനങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ് പാലക്കാട് ഉയർന്ന പ്രധാന വിമർശനം. ജനപ്രിയ നേതാവും മുൻ മന്ത്രിയുമായ KK ശൈലജയോട് പാർട്ടി നേതൃത്വം കാണിച്ച അവഗണനയ്ക്കെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ പ്രതികരണമുണ്ടായി. കോവിഡ് കാലത്തും അല്ലാതെയും ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ KK ശൈലജയെ പോലെയുള്ള ഒരു ജനകീയ നേതാവിനെ പാർട്ടി അർഹമായ രീതിയിൽ പരിഗണിച്ചില്ല. ഈ അവഗണനയ്ക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ നൽകിയ ശക്തമായ മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഇതിനൊപ്പം പാർട്ടി നേതാവ് AK ബാലനും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരേ ശബ്ദത്തിലാണ് സംസാരിച്ചതെന്നും ഇരുവർക്കുമെതിരെ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇരുവരും നടത്തിയ പ്രസ്താവനകൾ തീർത്തും വർഗീയത നിറഞ്ഞതായിരുന്നുവെന്നും അത് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും യോഗം വിലയിരുത്തി. സംസ്ഥാന നേതൃത്വത്തിന് പുറമെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിക്കെതിരെയും യോഗത്തിൽ കടുത്ത അമർഷം പുകഞ്ഞു. സാധാരണക്കാരായ നേതാക്കളെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അംഗീകരിക്കാൻ പാലക്കാട് ജില്ലാ നേതൃത്വം തയ്യാറാവുന്നില്ലെന്ന വിമർശനമാണ് ഉയർന്നത്. പാലക്കാട് ജില്ലയിലെ പാർട്ടിയുടെ ദയനീയ തോൽവിക്ക് പ്രധാന കാരണം ജില്ലാ നേതൃത്വത്തിന്റെ ഈ പിടിവാശിയും ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകളുമാണ്. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ പോലും വിമത സംഘടനകൾ രൂപീകരിക്കാൻ ഇടയാക്കിയത് ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചകളും അണികളോടുള്ള മോശം സമീപനവുമാണെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി. പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ മറ്റ് പ്രമുഖ ജില്ലകളായ കൊല്ലം, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിൽ ചേർന്ന ജില്ലാ നേതൃയോഗങ്ങളിലും സമാനമായ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനും പിണറായി വിജയനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. പിണറായി വിജയനെ മാത്രം മുൻനിർത്തി നടത്തിയ പരസ്യ പ്രചാരണവും പോസ്റ്ററുകളും ജനങ്ങളിൽ വലിയ മടുപ്പുണ്ടാക്കിയെന്ന കാര്യത്തിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഒരേ അഭിപ്രായക്കാരാണ്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കാമെന്ന പാർട്ടിയുടെ കണക്ക് കൂട്ടലുകൾ പൂർണ്ണമായും പാളിപ്പോയതായി മറ്റ് ജില്ലകളിലെ നേതാക്കളും തുറന്നു സമ്മതിക്കുന്നു. പാർട്ടിയുടെ കരുത്തുറ്റ കോട്ടയായ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും KK ശൈലജ വിഷയം വലിയ ചർച്ചയായി മാറി. ജനകീയ മുഖമായ KK ശൈലജയെ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് മനഃപൂർവ്വം തോൽപ്പിക്കുകയായിരുന്നു എന്ന ആരോപണമാണ് കണ്ണൂരിൽ നിന്ന് ഉയർന്നത്. ശൈലജയെ പോലെ ഒരു നേതാവിനെ മുൻനിർത്തി എന്തുകൊണ്ട് പാർട്ടിക്ക് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞില്ല എന്ന് നേതാക്കൾ ചോദിച്ചു. വ്യക്തി കേന്ദ്രീകൃതമായ പ്രചാരണത്തിന് പകരം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ശൈലജയെ മുന്നിൽ നിർത്തിയിരുന്നുവെങ്കിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നായനെയെന്നും കണ്ണൂരിലെ പാർട്ടി അണികൾ ഉറച്ചു വിശ്വസിക്കുന്നു. തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പിന്നാലെ ജനവികാരം പാർട്ടിക്കെതിരാണെന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത് എന്ന വികാരമാണ് മറ്റു പല ജില്ലകളിൽ നിന്നും ശക്തമായി ഉയർന്നു വന്നത്. പാർട്ടിയെ വീണ്ടെടുക്കണമെങ്കിൽ പുതിയൊരു നേതൃത്വം വരണമെന്നാണ് ഭൂരിഭാഗം പേരുടെയും ആവശ്യം. കഴിഞ്ഞ 5 വർഷക്കാലമായി പിണറായി വിജയൻ ഉപയോഗിച്ച ഭാഷയും അദ്ദേഹത്തിന്റെ കടുത്ത ശൈലിയും ജനങ്ങളെ പാർട്ടിയിൽ നിന്നും LDF-ൽ നിന്നും വലിയ രീതിയിൽ അകറ്റി നിർത്താൻ കാരണമായി. ജനങ്ങളോട് സംവദിക്കുന്നതിൽ മുഖ്യമന്ത്രി കാണിച്ച അനാവശ്യമായ കർക്കശ്യം വോട്ടർമാരെ വെറുപ്പിച്ചു എന്നതാണ് താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രവർത്തന ശൈലിയും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പാർട്ടിയും ഭരണത്തെയും കൃത്യമായി ഏകോപിപ്പിക്കുന്നതിൽ സെക്രട്ടറി പരാജയപ്പെട്ടു. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തിരുത്താൻ
നടത്താനോ ജനങ്ങളുടെ പ്രതിഷേധം പാർട്ടിയെ ബോധ്യപ്പെടുത്താനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ നിഴലായി മാത്രം പ്രവർത്തിച്ചതാണ് പരാജയത്തിന്റെ ആഴം കൂട്ടിയെന്ന ആക്ഷേപവും യോഗങ്ങളിൽ ശക്തമായി ഉയർന്നു വന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കേരളത്തിലുണ്ടായ ഈ അഭൂതപൂർവമായ തകർച്ചയിൽ നിന്ന് പാർട്ടി എങ്ങനെ രക്ഷിച്ചെടുക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുന്നില്ല. താഴെ തട്ടിലുള്ള കമ്മിറ്റികളിൽ നിന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനുമെതിരെ ഉയരുന്ന ഈ പടയൊരുക്കം വരും ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയിലും പോളിറ്റ് ബ്യൂറോയിലും വലിയ കൊടുങ്കാറ്റുകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. നേതൃമാറ്റമെന്ന ആവശ്യത്തിലേക്ക് പാർട്ടി അണികൾ നീങ്ങുന്നത് CPIM ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്.